ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. നമുക്ക് ടൈറ്റിലൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക്. നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. ആ പ്രിയ, എന്തു പറ്റിയ അമ്മ? നീ വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല പ്രിയ. അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞു കേട്ടോ, എൻ്റെ വെയിറ്റിന് കാരണം ഒന്നും പറയാൻ പാടില്ല. ഞാൻ ചബ്ബി ഉണ്ടായി. എന്താ അമ്മക്ക് പ്രശ്നം? പ്രിയ പറഞ്ഞേക്ക്, നീ വെയിറ്റ് കൂടിപ്പോയി. നിനക്ക് കല്യാണം കഴിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മ. എനിക്കിപ്പോൾ എത്ര ഏജാണ്? എനിക്കത്ര ഏജും ആയില്ല അമ്മ. പറഞ്ഞേക്ക്. ഇപ്പം ഞാൻ പ്രിയ പറഞ്ഞേക്കമ്മ, നീ ഇങ്ങനെ വെയിറ്റ് കൂടിയാൽ നിന്നെ കല്യാണം കഴിക്കാൻ ആര് വരും? അമ്മ പറഞ്ഞേക്ക്, എനിക്കിപ്പോൾ കല്യാണം ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ചപ്പിയായി ഉള്ളത് പ്രിയക്ക് ടെൻഷനായി. അങ്ങനെ അവിടെ പോയാൽ തുടങ്ങി. ഒരു ദിവസം പ്രിയ ഇങ്ങനെ ജോലിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പോയിരുന്നു. ഫ്രണ്ട് പറയാൻ തുടങ്ങി, മച്ചി എന്തടി? പ്രിയ ഒരു കാര്യം എന്നോട് പറയാം. എന്താ മച്ചി? നമുക്ക് ട്രിപ്പ് പോവാം. ട്രിപ്പാ? എന്താണ് നീ പറഞ്ഞ ആയിഷ? ട്രിപ്പ് എന്തിനാടി പോകുന്നത്? ആയിഷ പറയായിരുന്നു, മച്ചി നമ്മളെല്ലാവരും ട്രിപ്പ് പോവാ. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ മിണ്ടാതിരുന്ന് പറ്റുമോ? പറഞ്ഞേക്കടി. ഞാനൊന്നും വരുന്നു പറ്റില്ല. എൻ്റെ അമ്മ പറഞ്ഞ പറയൂടി. മച്ചി പറഞ്ഞേക്ക്, നമ്മൾ ട്രിപ്പാ പോവാ, എൻജോയ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് ടെൻഷനാ പറ്റുമോ? ഇല്ലടി പറഞ്ഞു കേൾക്കടി. അങ്ങനെയായിട്ട് പ്രിയക്ക് ടെൻഷനായി. പ്രിയ ഓക്കെ, ഫ്രണ്ട് പറയുന്നത് കേട്ടോ, ഞാൻ അമ്മയോട് സംസാരിച്ച് നോക്കാം. പ്രിയ വീട്ടിലൊക്കെ വന്നു. അതെ, അപ്പുറത്ത് വിട്ട് ഒരു ആൻറ്റിയുണ്ട്. ആൻറ്റിൻ്റെ മകൾ കാണാൻ നല്ല ഭംഗിയായിട്ട് സിമ്മായിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് പ്രിയനെ കാണാൻ ഇഷ്ടമല്ല. ചബ്ബിയായിട്ട് ക്യൂട്ടായിട്ട്. അവരുടെ മകൾക്ക് ഒറ്റ ബ്ലാക്ക് കളറാണ്. അതെ, പ്രിയ കൂടുതൽ ഭംഗിയുള്ള വൈറ്റായിട്ടുള്ള കളറാണ്. പ്രിയനെ കാണുമ്പോൾ ഭംഗിയായിട്ടുണ്ട്. അതിമക്കൊരു ആൻറ്റിക്കൊരു കേന്ദ്ര പറഞ്ഞാൽ എല്ലാവരും പറയാം, ഇവൾ ചബ്ബയെ മോശമില്ല, ക്യൂട്ടായിട്ടുണ്ട്. അതിമക്കും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ എപ്പോൾ നമുക്ക് സൺഡേ ഉണ്ടാവും ദിവസം. അങ്ങനെയായിട്ട് പ്രിയക്കും അവരെ സൺഡേ വന്നു. പ്രിയൻ്റെ കണ്ട് കഥ മുറിക്കാൻ തുടങ്ങി. പ്രിയ എന്ത് പറ്റി ആൻറ്റിക്ക്? കണ്ട് കഥ അകത്ത് പോയി. അയ്യോ എടി പറഞ്ഞേക്ക്, അവൾ കണ്ടോ വൈറ്റായിട്ടുണ്ട്. അമ്മ അവളിന് വൈറ്റായി എന്താക്കണം അമ്മ? ഞാൻ സിമ്മായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ എടി. അവൾ വൈറ്റായിട്ടുണ്ട്. മറിയാതെ നീ വൈറ്റായി എനിക്ക് കല്യാണം കഴിപ്പിക്കും അമ്മ. ഇപ്പം എനിക്ക് കല്യാണ പ്രായമൊന്നും ഇല്ല. ശരി അങ്ങനെയായിട്ട് വാശി ഉണ്ടാക്കുക. രണ്ടുപേരും ഒരേ ക്ലാസ്സാണ് പഠിക്കുക. അങ്ങനെയായിട്ട് രണ്ടുപേർക്ക് 18 വയസ്സായി. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഫ്രണ്ട്സ് പറയായിരുന്നു, എടി മച്ചി നമുക്ക് ട്രിപ്പ് പോകാമെന്ന്. ഇങ്ങനെ പറയാം. ശരി ഓക്കെ, അമ്മയോട് പറഞ്ഞു. അമ്മ ഓക്കെ പറഞ്ഞു. ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി, ഇവിടെ കണ്ടോ, ഇതാണ് നമ്മൾ പോകുന്ന ട്രിപ്പ് പ്ലേസ്. അങ്ങനെ ഫ്രണ്ട്സിന് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നെങ്കിൽ അതിൽ ഫ്രണ്ടിക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. മച്ചി ഇവിടെ കണ്ടോ, ഇതവിടെ അപ്പുറത്ത് ഇതൊരു വീട് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മച്ചി. അതാരവിടാ? അതൊരു ഫ്രണ്ട് പറയാം, മച്ചി എൻ്റെ ഗസ്റ്റ് ഹൗസാണ്. ഇതെനിക്ക് 2 ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിൽ K-pop ഐഡൽസ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. K-pop അതേ മച്ചി, കൊറിയയിലെ K-pop ഐഡൽസ് ഇല്ലേ, അവർ വന്നിട്ടുണ്ട്. 47 അങ്ങനെയായിട്ട് ഒരു ഫ്രണ്ട് പറയാൻ തുടങ്ങി. അതുകൊണ്ട് എന്തടി അങ്ങനെയായിട്ട് പ്രിയ അനു പറയാം, അതെൻ്റെ അങ്കിള് അനുവിൻ്റെ ഗസ്റ്റ് ഹൗസ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അനു ഓക്കെ പറഞ്ഞു. അങ്ങനെയായിട്ട് ഒരു രണ്ടുപേരെ ഹാപ്പി ആയിട്ടിരുന്നു. അങ്ങനെയായിട്ട് എന്ത് ചെയ്യാമെന്നും അറിയില്ലായിരുന്നു. എന്ത് പറ്റി? ഇല്ലേടി, ഗസ്റ്റ് ഹൗസ് കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലേ? അതെ നീ ഒരിക്കൽ കണ്ടു കഥയിരിക്കുക. അങ്ങനെയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പറഞ്ഞു. ഒരു സൈക്കിൾ കൊടുത്തു അനു. മച്ചി സൈക്കിൾ ഞാൻ ചവിട്ടിയ വെയിറ്റ് ഉണ്ടടി, ഞാൻ ചവിട്ടിയാൽ ഒരുപാട് ഓടും. നീ എന്ത് ചെയ്യാം? എടി നിൻ്റെ വെയിറ്റ് ഈ ആന ഇരുന്നോ ഇങ്ങനെ വെയിറ്റ് ഓടൂടി, നീ ആനുമല്ലല്ലേ എടി കുറുമ്പക്കാരി. ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ബാക്കിയൊരു ചിരിക്കുക. എന്നാൽ കുറുമ്പല്ല ഇങ്ങനെ വാശി ഉണ്ടാക്കി. അങ്ങനെ സൈക്കിൾ ചവിട്ടി എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സൈക്കിൾ ചവിട്ടിയോണ്ട് വന്ന് അങ്ങനെ പ്രിയ സൈക്കിൾ ചവിട്ടിയോണ്ട് വന്ന് ഷുഗ അങ്ങനെ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് വന്നു. ജിന്ന് പറയാൻ തുടങ്ങി, എവിടക്കടാ പോകുന്നത്? ഇല്ലടാ ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പം സംസാരിച്ചു. ഷുഗ ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് വന്നത്. ഷുഗ കത്ത് തുടങ്ങി. എന്താടാ ഞാൻ പറഞ്ഞത്? എവിടെയാടാ ഉള്ളത്? മാറി അതിന് വരുന്നത് ഇല്ല, പുറത്ത് പോയി ആർമിസ് കണ്ടുപിടിച്ച് അവിടുന്ന് കിളി കളിക്കാതെ തുടങ്ങി. ഷുഗ അങ്ങനെ റോഡിലിരുന്ന് സംസാരിക്കാതെ തുടങ്ങി. അങ്ങനെ സൈക്കിൾ വന്നു. ഷുഗർ എടുത്ത് സൈക്കിൾ വന്നു. അയ്യോ എക്സ്ക്യൂസ് സാർ എന്ന് വിളിച്ചു. സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച്. ഷുഗർക്ക് ആരാ ഇത് വിളിക്കുന്നത്? തിരിഞ്ഞു നോക്കി. ഷുഗർക്ക് ഷോക്ക്. ഇതെന്ത്? ഞാൻ ഷുഗർ കൺഫ്യൂസ് ആയിട്ട് നോക്കത്തെ. സാർ റോഡിലിരുന്ന ഇയാൾക്ക് ഒന്നും മനസ്സിലാവില്ല. റോഡിലിരുന്ന സാർ വണ്ടി വന്ന് കുത്തു സാർ, നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ. എന്താ ഇവർ പറയുന്നു? ഒന്നും ഷുഗർക്ക് മനസ്സിലായില്ല. മലയാളത്തിൽ സംസാരിക്കുന്ന ഷുഗർക്ക് എന്ത് മനസ്സിലാവും? അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞു, എന്താടി ഇവിടെ നടക്കുന്നത്? എടി ഇതെന്ത്? ഒരു ഫ്രണ്ട് പറയാം, എടി ഇതെന്ത് കൊറിയ കുരങ്കോ? ഏയ് അങ്ങനെ പറയണ്ടടി എടി മണ്ടി. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി.
അയ്യോ മച്ചി അനു പറയാൻ തുടങ്ങി. മച്ചി പറഞ്ഞു നിൽക്കടി, ഒന്നും സംസാരിക്കണ്ട. ഹലോ സാർ, എന്ത് പറ്റി? ഇംഗ്ലീഷിൽ ചോദിക്കും. സാർ റോഡിൽ മാറിയ ഇല്ല വണ്ടി വരും സാർ. സോറി സോറി. അങ്ങനെ ഷുഗർ ഇവിടുന്ന് മാറി സംസാരിക്കുക. ഷുഗർക്ക് കൺഫ്യൂസായി. ഏ എനിക്കെന്ത് പറ്റി? എനിക്കെന്താ ഒരു വേല എൻ്റെ ആട്ടേ റൈസ് ചെയ്യും. ഷുഗർ കൺഫ്യൂസായി. ഷുഗർ ഇങ്ങനെ വണ്ടി ഫോണിൽ സംസാരിച്ച് കത്തി കത്തിയിട്ട് ശരി അത് പോയി. ഷുഗർ അടിച്ചാൽ തുടങ്ങി. എനിക്കെന്ത് പറ്റി, എനിക്കെന്ത് പറ്റി എന്ന് വീട്ടിൽ കൈ വെച്ചായിരുന്നു. ആറം വന്നിട്ട് ആറം വിളിക്കാൻ തുടങ്ങി. ഷുഗ എടി ഷുഗ യുങ്കി. ആ എന്ത് പറ്റിയടാ? നിനക്കെന്ത് പറ്റി? ഒന്നും അറിയില്ലടാ, വണ്ടി വന്നു കുന്നും മതിയായി. എനിക്കിപ്പോൾ ഒന്നും മനസ്സിലായില്ല. മനസ്സ് പടപട അടിക്കടാ. എന്തോ ബട്ടർഫ്ലൈ പറക്കടാ എനിക്ക്. അയ്യയ്യോ ജിമ്മിൻ കളയൊക്കെ ഹയാൻ ഹയം ജാങ്കോക്ക്. ഇവിടെ നോക്കൂ, ഇവൻ്റെ മനസ്സിലുള്ള ബട്ടർഫ്ലൈ പറക്കാമല്ലോ. എടാ ഓടയ്ക്കാം. എൻ്റെ ഷുഗർ കൺഫ്യൂസായി. ശരി ഓക്കെ, ഇത് തോന്നുന്നതാ. ഷുഗർ രണ്ടാമത്തെ ദിവസം പുറത്ത് ഇറങ്ങി വന്നു. അവിടെ സ്വിമ്മിങ് പൂളിൽ കളിക്കായിരുന്നു. ഞാൻ ഷുഗർ യഥാർത്ഥ സ്വിമ്മിങ്ങിന് ഇരുന്നിട്ട് മുകളിൽ നോക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചായിരുന്നു. ഷുഗർക്ക് കേട്ട് സൗണ്ടു. ഇതാരാ കുറയ്ക്കുന്നത്? എന്നെ മതി ആരാ മുകളിൽ കുറക്കുന്നത്? മുകളിൽ തോക്കുക. അതെ, അവിടെ ഹീറോയെ അവിടെ തെറി പറയുന്നത്. എടാ തെണ്ടി മാറി അതിൽ പറഞ്ഞേക്കടാ. എന്താടാ നീ പറഞ്ഞത്? മാറി അതിലില്ല നീ പറഞ്ഞേക്ക്. ഇനി മേല എൻ്റെ വീട്ടിൽ വന്നാൽ നിന്റെ തല്ലിന് മൂക്കിന് കൊടുക്കും. തെറി പച്ച തെറി പറയണം. ഷുഗർ കൺഫ്യൂസായി. ഇവള് കുറക്കുന്നതാ ഇല്ല പാട്ട് പാടുന്നതാ ഒന്നും മനസ്സിലാകുന്നില്ല. ഷുഗർ പറയാൻ തുടങ്ങി. ഇവള് ദേഷ്യത്തിലാണ് ഉള്ളത് എനിക്കറിഞ്ഞ്. ഒരുപോലെ ഞാൻ ദേശക്കാരൻ, ഇവള് ദേശക്കാരൻ. ഒരുപോലെ ശരിയാവോ? ചേച്ചി ഇതൊന്നും നിൽക്കാൻ പാടില്ല. അയ്യോ എനിക്കെന്തോ ലൂസ് പിടിച്ച്. എടാ ജിമ്മി, അയ്യോ എന്ത് പറ്റി? എനിക്കെന്തോ പിടിച്ചിട്ടാ. ഹോസ്പിറ്റലിൽ പോടാ, വാടാ. അയ്യോ ഹോസ്പിറ്റലിൽ പോവാ. ശരി ഓക്കെ, ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഹോസ്പിറ്റലിൽ എടുത്ത് അങ്ങനെ മൂന്നാമത്തെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ ഡോക്ടർ പറയാൻ തുടങ്ങി. സാർ എന്താ പ്രശ്നം? ഈ നടന്ന കാര്യം പറയാൻ തുടങ്ങി. അയ്യോ സാറേ, അയ്യോ ഡോക്ടർ തലയിൽ വെച്ചു. ഇയാൾക്ക് എന്തോ ലവ് വന്നതുകൊണ്ട് ഇവിടേക്ക് വന്ന് എന്നെ ടെൻഷൻ എടുക്കാം. ഡോക്ടറിനെ വിളിച്ചോണ്ട് വന്നു. ഒരാളെ കുട്ടി അകത്ത് വന്നു. ഷുഗർ യഥാർത്ഥത്തിൽ ഷുഗർക്ക് ബട്ടർഫ്ലൈ പാട്ട് പോലെ. അയ്യോ ജെമ്മി ഇവിടുന്ന് പോടാതിരിക്കാത്ത വിളിച്ചോണ്ട് പോയി. എന്ത് പറ്റി? ഡോക്ടർ പറയാൻ തുടങ്ങി. എന്ത് പറ്റി ചേട്ടാ? ഒന്നില്ല, ഇവനിക്കെന്തോ ലൂസ് പിടിച്ചോ? സോറി ചേട്ടാ, അകത്ത് പോവാട്ടെ.